അടിസ്ഥാന വോട്ടു വിഭാഗത്തെ ചേർത്തു നിർത്തി തെരഞ്ഞെടുപ്പിനുള്ള അടിത്തറ ഉറപ്പിക്കുന്നതാണ് കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ്. അസംഘടിത മേഖലയെ കൈപിടിക്കുന്ന ബജറ്റിൽ സ്ത്രീകൾക്കും വൃദ്ധർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ സന്തോഷിക്കാനുള്ള വകയുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലിൽ സർക്കാർ ജീവനക്കാരെയും ഹാപ്പിയാക്കാൻ ധനമന്ത്രി മറന്നിട്ടില്ല. മതരാജ്യ വിവാദം പരാമർശിച്ച് രാഷ്ട്രീയം പറയുന്ന സമയത്തും മതജാതി വിഭാഗങ്ങളുടെ തൃപ്തി ഉറപ്പാക്കുന്നത് കൂടിയാണ് പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ്. മതമാണ് പ്രശ്നം എന്നതല്ല ഞങ്ങളെ നയിക്കുന്ന മുദ്രാവാക്യം. അത് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നതാണ് സർ. ജമാഅത്തെ ഇസ്ലാമിയെ ഒപ്പം ചേർത്തുകൊണ്ടുള്ള കോൺഗ്രസിന്റെ സമീപകാല തെരഞ്ഞെടുപ്പ് ആസൂത്രണത്തെ കണക്കിന് പ്രഹരിക്കുന്നതാണ് കെ.എൻ. ബാലഗോപാലിന്റെ ബജറ്റ് പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം. കോൺഗ്രസ് സ്ട്രാറ്റജിസ്റ്റ് കനകോലുവിനെ പരോക്ഷമായി പരാമർശിക്കുന്ന കെ.എൻ. ബാലഗോപാലിന്റെ ബജറ്റ് രാഷ്ട്രീയം കൊണ്ടും ക്ഷേമം കൊണ്ടും തെരഞ്ഞെടുപ്പ് ഉന്നം വെച്ചിട്ടുള്ളതാണെന്നതിൽ സംശയമില്ല. പെട്ടെന്ന് പരാജയം സംബന്ധിച്ച് പിൻവാങ്ങുന്നവരല്ല മതരാഷ്ട്രവാദം ചുറ്റുന്ന വിഷസർപ്പങ്ങളെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കേരള ജനതയെ വർഗീയമായി വിഭജിച്ചും ധ്രുവീകരിച്ചും കീഴ്പ്പെടുത്താൻ പുതിയ തന്ത്രങ്ങളുമായി അവർ സജീവമായിരിക്കുന്നു എന്നത് കാണണം. വർഗീയതയ്ക്കെതിരെ ജനകീയ ഐക്യത്തിൻ്റെ പ്രതിരോധം തീർക്കുന്നവരെ ചാപ്പ കുത്തുക എന്നതാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ ഓതിക്കൊടുക്കുന്ന പുതിയ തന്ത്രം. അയ്യപ്പനും വാവരും എന്ന ബിംബത്തെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ മതവിഭാഗങ്ങളെയും ഒപ്പം കൂട്ടാൻ 10 കോടി. അയ്യപ്പൻ്റെയും വാവരുടെയും ഐതിഹ്യത്തിൽ പോലും മതസാഹോദര്യത്തിൻ്റെ ഇഴകൾ ചേരുന്നുണ്ട്. കേരളത്തിൻ്റെ മതസാംസ്കാരിക സാഹോദര്യത്തിൻ്റെ ചരിത്രവും നാൾവഴികളും വിശകലനാത്മകമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിനായി ഈ ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തുന്നു. സർക്കാരിന്റെ സാമുദായിക സൗഹാർദ്ദത്തിന് ഇനിയുമുണ്ട് വിഹിതങ്ങൾ. കേരളത്തിലെ നവോത്ഥാന നായകരിൽ ഒരാളും ശ്രീമൂലം പ്രജാസഭയിലെ അംഗവുമായിരുന്ന കാവാരിക്കുളം കണ്ണൻകുമാറിന് തിരുവനന്തപുരം ജില്ലയിൽ നേമം വില്ലേജിൽ ഉചിതമായ ഒരു സ്മാരകവും ലൈബ്രറിയും ഗവേഷണ കേന്ദ്രവും സ്ഥാപിക്കണം എന്നുള്ള ആവശ്യമുണ്ട്. ഏതായാലും അതിനായി 1.5 കോടി രൂപ അനുവദിക്കുന്നു. അയ്യാ വൈകുണ്ഠസ്വാമിക്ക് സ്മാരകം സ്ഥാപിക്കും. അതിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. ജാതിമത സമവാക്യങ്ങൾക്കപ്പുറം ഇടതുമുന്നണിയുടെ വോട്ടുബലമായ അടിസ്ഥാന വർഗത്തെ ഒപ്പം ചേർക്കാൻ വമ്പൻ പ്രഖ്യാപനങ്ങൾ. ഓട്ടോ തൊഴിലാളികളെയും ഭക്ഷണ വിതരണക്കാരെയും സ്ത്രീകളെയും വിദ്യാർത്ഥികളെയും വൃദ്ധരെയും ഒപ്പം ചേർക്കുന്ന കരുതൽ. ഗിഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധികളിൽ അംഗമാകുന്നതിനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കും. ഗിഗ് തൊഴിലാളികൾക്ക് വിശ്രമിക്കാനായി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഗിഗ് ഹബ്ബുകൾ സർക്കാർ ഒരുക്കും. ഇതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഓട്ടോ തൊഴിലാളികൾ പഴയ പെട്രോൾ ഡീസൽ ഓട്ടോറിക്ഷകൾ പൊളിച്ച് പുതിയ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നവർക്ക് 40,000 രൂപ വരെ ഒറ്റത്തവണ സ്ക്രാപ്പേജ് ബോണസ് അനുവദിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അടക്കം കേടുകൾ തീർക്കാനുള്ള നയതന്ത്ര പരീക്ഷണങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് കെ.എൻ. ബാലഗോപാലിന്റെ ബജറ്റ്. ആർ. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.